കേരള ചരിത്രത്തിലെ മഹാദുരന്തം, ഉള്ളുരുകുന്ന കണ്ണീർ കാഴ്ചകൾ. പ്രകൃതിയുടെ കലിതുള്ളലിൽ സ്വന്തവും ബന്ധവും സർവ്വതും നഷ്ടപ്പെട്ടവർ തീരാവേദനയാകുന്നത് വാക്കുകൾക്കതീതമായ കാഴ്ചകളാണ്. നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. പ്രകൃതിയോട് കളിക്കരുത്. പ്രകൃതി കലിതുള്ളിയാൽ ഒരു നിമിഷം കൊണ്ട് എല്ലാം മണ്ണടിയും. വയനാട് നമ്മെ പഠിപ്പിക്കുന്ന പാഠവും അതാണ്. കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വലിയ ദുരന്തം. വയനാടിലെ കരളലിയിപ്പിക്കുന്ന കാഴ്ചകൾ, നെഞ്ചുപിളർക്കുന്ന സംഭവ വികാസങ്ങൾ. ഒരു ജീവിതകാലത്തെ സ്വപ്നങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് മൺമറഞ്ഞു പോയപ്പോൾ പകച്ചു നിൽക്കാനാകാതെ എന്തു ചെയ്യാൻ? വയനാട് തീരാനോവായി നെഞ്ചു പിളർക്കുകയാണ്. വേരറ്റുപോയ കുടുംബങ്ങൾ, ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർ, ഇനി എന്ത്, ആര് എന്ന ചോദ്യചിഹ്നവുമായി അവശേഷിക്കുന്നവർ. ഇങ്ങനെ നീളുന്നു വയനാടിന്റെ ബാക്കി പത്രങ്ങൾ. ഒട്ടും പ്രതീക്ഷിക്കാതെ എത്തിയ ദുരന്തത്തിൽ നിന്ന് ആളുകൾ ഇനിയും മോചിതരായിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്ന് ഓർക്കാൻ പോലും കഴിയാത്ത സാഹചര്യം. ഒരു ഗ്രാമത്തെ മുഴുവൻ തുടച്ചു നീക്കിയ പ്രകൃതിയുടെ വികൃതി. 400ഓളം കുടുംബങ്ങളാണ് ഇവിടെ താമസിച്ചിരുന്നത്. സ്കൂളുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, റിസോർട്ട് തുടങ്ങി കാഴ്ചയുടെ മനോഹാരിത തുളുമ്പി നിന്ന മുണ്ടക്കൈ ഇന്ന് മണ്ണിൽ പുതഞ്ഞ ഓർമ്മകളായി. ഓരോ ദിവസവും കണ്ടെടുക്കുന്ന മൃതദേഹങ്ങൾ, ഇനിയും കണ്ടെടുക്കാനാവാത്ത, തിരിച്ചറിയാനാകാത്ത നിശ്ചല ജീവനുകൾ. ആരൊക്കെ, എവിടെയൊക്കെ എന്നത് മണ്ണിൽ അവശേഷിക്കുന്ന സത്യങ്ങളായി മാറുന്നു. കുഞ്ഞുങ്ങളുടെ രോദനങ്ങൾ, മക്കളെ നഷ്ടപ്പെട്ട അച്ഛനമ്മമാരുടെ വിലാപങ്ങൾ. ദുരന്തമുഖത്ത് നിന്ന് ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടപ്പോഴും ചുറ്റുമുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടതിന്റെ ഭീതി നിഴലിക്കുന്ന കണ്ണുകൾ. മഹാദുരന്തത്തിന്റെ തീച്ചൂളയിൽ വയനാട് ഉരുകുമ്പോഴും കൈവിടില്ലെന്ന കരുത്തോടെ കേരളം മുഴുവൻ ഒരു നാടിനായി കൈകോർക്കുകയാണ്. സൈന്യത്തിന്റെ രക്ഷാപ്രവർത്തനം പറയാതെ വയ്യ. രാവും പകലുമില്ലാതെ ഊണും ഉറക്കവുമൊഴിച്ച് ഓരോ ജീവനായി തിരയുകയാണ്. മൃതദേഹങ്ങൾ മണ്ണിൽ നിന്ന് പുറത്തെത്തിക്കുന്നു. ശരീരഭാഗങ്ങൾ പെറുക്കിയെടുക്കുന്നു. അതിനിടയിൽ പോലും ജീവന്റെ ശ്വാസമുണ്ടോ എന്ന് കണ്ടെത്തി ഒരു ജീവനെങ്കിലും രക്ഷിക്കാനായതിന്റെ ആശ്വാസത്തിൽ നെഞ്ചിടിപ്പോടെ വീണ്ടും രക്ഷാപ്രവർത്തനങ്ങളിലേക്ക്. ആധുനിക സജ്ജീകരണങ്ങളെല്ലാം സമയബന്ധിതമായി ഒരുക്കിയാണ് രക്ഷാപ്രവർത്തനം. ഒപ്പം സന്നദ്ധ പ്രവർത്തകരും കയ്യും മെയ്യും മറന്ന് രക്ഷാപ്രവർത്തനത്തിൽ സജീവമാകുന്നു. ഞങ്ങൾ ഒന്നാണെന്ന ബോധ്യത്തോടെ അതോടൊപ്പം വയനാടിനായി വിവിധ മേഖലകളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ എത്തുന്നു. ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായമായും അവശ്യവസ്തുക്കളുമായും നിരവധി പേരാണ് ഈ മഹാദുരന്തത്തിൽ മനുഷ്യരോട് ചേർന്ന് നിന്നത്. വാക്കുകൾക്കും അതീതമാണ് ചില കാഴ്ചകൾ. ഒന്നും പറയാനാകാത്ത സാഹചര്യം. പ്രകൃതിക്ക് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. എല്ലാവരെയും ഒന്നുപോലെ നിശ്ചലമാക്കാനുള്ള ശക്തിയുണ്ട് പ്രപഞ്ചത്തിന്. പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള, നിലനിർത്താനുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ സാധ്യമാക്കണമെന്ന് ചിന്തിപ്പിക്കുകയും നടപ്പാക്കുകയും വേണം. ഇനിയും ഒന്നും വൈകിച്ചുകൂടാ. പ്രകൃതിക്ക് നേരെ ഏൽപ്പിക്കുന്ന ഓരോ മുറിവും ഇരട്ടി പ്രഹരശക്തിയായി നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ഓരോ ദുരന്തങ്ങളിൽ നിന്നും നമുക്ക് പലതും പഠിക്കാനുമുണ്ട്, ചെയ്യാനുമുണ്ട്. ശക്തമായ മഴയും മഴക്കെടുതികളുമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിൽ ഇടം പിടിച്ചത്. മഴ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ സത്യത്തിൽ ഈ മഴ ഒന്ന് നിന്നെങ്കിലെന്ന് ആത്മാർത്ഥമായി ആരും ആഗ്രഹിച്ചു പോകും. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. ഗതാഗതവും സ്തംഭിച്ചു. നാശനഷ്ടങ്ങൾ വേറെ. പേമാരിയിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന കാഴ്ചയായിരുന്നു ഏറെയും. എല്ലായിടത്തും വെള്ളക്കെട്ട്. തോടുകളും പുഴകളുമെല്ലാം കരകവിഞ്ഞൊഴുകുന്നു. വീടുകളിൽ വെള്ളം കയറുന്നു. വീടുകൾ ഇടിഞ്ഞു വീഴുന്നു. മതിലുകൾ തകരുന്നു. മരങ്ങൾ നിലം പൊത്തി തുടങ്ങി ഭീകരമായ അവസ്ഥ. ശക്തമായ മഴയിൽ എരുമപ്പെട്ടിയിൽ വെള്ളപ്പൊക്ക സമാനമായ സ്ഥിതിയുണ്ടായി. നിരവധി വീടുകളിലേക്കും വെള്ളം കയറി. വടക്കാഞ്ചേരി പുഴ കരകവിഞ്ഞൊഴുകിയതാണ് മേഖലയിൽ വെള്ളം കയറാൻ പ്രധാന കാരണമായത്. റോഡുകളിലും വെള്ളം കയറിയതിനാൽ ഗതാഗതവും സ്തംഭിച്ചു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയായ കേച്ചേരി മുതൽ ചൂണ്ടൽ വരെയും സമാനമായ അവസ്ഥയായിരുന്നു. വെള്ളം ക്രമാതീതമായി വർദ്ധിച്ചതോടെ ഗതാഗതം നിലച്ചു. മറ്റം, ആളൂർ, എടക്കളത്തൂർ വഴിയെല്ലാം വാഹനം തിരിച്ചുവിട്ടെങ്കിലും അധികം വൈകാതെ വെള്ളം കയറിയതിനെ തുടർന്ന് ആ റോഡും അടയ്ക്കേണ്ടി വന്നു. ചൂണ്ടലിൽ വലിയ വാഹനങ്ങളുടെ നീണ്ട നിര തന്നെയായിരുന്നു ദൃശ്യമായത്. പെരുമ്പിലാവ്, കാട്ടകാമ്പാൽ തുടങ്ങിയ മേഖലകളിലും വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. പാടവും തോടുകളുമെല്ലാം ഒന്നായി. കൃഷി നശിച്ചത് വേറെയും. ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം.
തീരദേശ മേഖലകളിലും വെള്ളക്കെട്ടിന് കുറവില്ല. പല റോഡുകളിലും വെള്ളത്തിന്റെ കുത്തൊഴുക്ക് തന്നെയായിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിലും ആളുകൾ കൂട്ടത്തോടെ എത്തി. ചാവക്കാട് തീരദേശ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്വതവേ വെള്ളക്കെട്ട് നിലനിൽക്കുന്നുണ്ട്. ശക്തമായ മഴ കൂടിയായതോടെ 10 മടങ്ങ് രൂക്ഷമായി അവസ്ഥ. ഗുരുവായൂരിലും വെള്ളക്കെട്ടിനാൽ ആളുകൾ ബുദ്ധിമുട്ടി. സത്യത്തിൽ ശക്തമായ മഴ കാരണം പൊതുജനം കുറച്ചൊന്നുമല്ല ദുരിതം അനുഭവിക്കേണ്ടി വന്നത്. പണ്ടത്തെ സ്ഥിതിയല്ല ഇപ്പോൾ. ഒരു ദിവസം തന്നെ ശക്തമായ മഴ നിന്നാൽ വെള്ളക്കെട്ടാണ്. അപ്പോൾ പിന്നെ ദിവസങ്ങളോളം മഴ തുടരുകയാണെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? മഴക്കാലത്തിന് മുന്നോടിയായുള്ള കാന വൃത്തിയാക്കലും മറ്റും പലപ്പോഴും വാർത്തയാകാറുണ്ടെങ്കിലും ഒടുവിൽ മഴ ശക്തമായാൽ വെള്ളക്കെട്ടിന് ഒരു കുറവുമില്ല. നാടും നഗരവും വീടുമെല്ലാം വെള്ളത്തിൽ മുങ്ങും. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും മനുഷ്യർ പഠിക്കില്ല എന്ന് പറയുന്നത് എത്ര യാഥാർത്ഥ്യമാണ്. വലിയൊരു ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് സംസ്ഥാനം മുക്തരായിട്ടില്ല. പക്ഷെ എന്തു ചെയ്യാം? എല്ലാം അറിഞ്ഞിട്ടും സ്വന്തം പോക്കറ്റ് നിറയ്ക്കാൻ കാട്ടിക്കൂട്ടുന്നത് സ്വന്തം ജീവന് വരെ അപകടക്കെണിയാകുമെന്ന് അറിയാഞ്ഞിട്ടോ അതോ വരുന്നത് വരട്ടെ എന്ന ധാർഷ്ട്യമാണോ? കുന്നിടിക്കലാണ് വിഷയം. വൻതോതിൽ മണ്ണെടുപ്പ് നടത്തിയതിനെ തുടർന്ന് തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ പള്ളിപ്പാടം പൂവാച്ചിക്കുന്ന മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്. സ്ഥലം സന്ദർശിക്കാനെത്തിയ തഹസിൽദാർ ഉൾപ്പെടെയുള്ള റവന്യൂ സംഘത്തിന് നേരെ നാട്ടുകാർ പ്രതിഷേധം നടത്തുകയും ചെയ്തു. തൃത്താല നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ 11ാം വാർഡിലാണ് പള്ളിപ്പാടം പൂവാച്ചിക്കുന്ന് സ്ഥിതി ചെയ്യുന്നത്. റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ കുന്നിടിച്ച് വൻതോതിൽ മണ്ണെടുപ്പ് നടത്തിയിട്ടുണ്ട്. കുന്നിനു ചുറ്റും 100-ലധികം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. മുൻപ് കുന്നിൽ നിന്നും ഭീമൻ പാറകൾ ജനവാസ കേന്ദ്രത്തിലേക്ക് ഉരുണ്ടു വീണിരുന്നു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പഞ്ചായത്ത് റവന്യൂ ജിയോളജി അധികൃതർ മണ്ണെടുപ്പ് നിർത്തിവെപ്പിച്ചു. CCTV ഉൾപ്പെടെയുള്ള മാധ്യമ വാർത്തയെ തുടർന്ന് സ്ഥലം MLA കൂടിയായ മന്ത്രി രാജേഷ് സംഭവത്തിൽ ഇടപെട്ട് മണ്ണെടുപ്പ് തടയാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. മഴ ശക്തമായതോടെ കുന്നിൽ നിന്ന് മണ്ണിടിച്ചിൽ അനുഭവപ്പെട്ടു തുടങ്ങി. മണ്ണെടുത്ത സ്ഥലങ്ങളിൽ ഈ സമയത്ത് തന്നെ നീരൊഴുക്ക് ആരംഭിച്ചിരുന്നു. നിലവിൽ മണ്ണിടിച്ചിലിനോടൊപ്പം ശക്തമായ വെള്ളവും ഒഴുകുന്നുണ്ട്. തുടർന്ന് പ്രദേശത്തെ 60 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പട്ടാമ്പി തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം പരിശോധനയ്ക്കായി സ്ഥലത്തെത്തിയപ്പോഴാണ് നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധമുയർന്നത്. മണ്ണെടുപ്പിന് അനുമതി നൽകിയ റവന്യൂ ജിയോളജി അധികൃതർ നിലവിലെ സാഹചര്യത്തിന് മറുപടി പറയണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അടിയന്തരമായി നടപടിയെടുക്കേണ്ട കാര്യങ്ങൾ അതേ പ്രാധാന്യത്തോടെ തന്നെ കൈകാര്യം ചെയ്യണം. ഒരു നാടിനും നാട്ടുകാർക്കും ആപത്ത് സൃഷ്ടിക്കുമെന്ന് ബോധ്യപ്പെട്ടാൽ അതില്ലാതാക്കാനുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. സന്ദർശിച്ചിട്ടോ പരാതികൾ കേട്ടിട്ടോ മിണ്ടാതിരിക്കുന്നതോ മാത്രമാകരുത് ഉദ്യോഗസ്ഥരുടെ നടപടി. ആളുകൾക്ക് ഭയമില്ലാതെ കഴിയാനുള്ള സാഹചര്യം കൂടി സൃഷ്ടിക്കണം. ആളുകൾ കൂട്ടമായി വരുന്ന സ്ഥലങ്ങളിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങളും അനിവാര്യമാണ്. വിശ്വപ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദിനം പ്രതി ആയിരക്കണക്കിന് ഭക്തരാണ് എത്തുന്നത്. എത്രയൊക്കെ വികസനം നടത്തുന്നു എന്ന് പറഞ്ഞാലും സൗകര്യങ്ങളുടെ അപര്യാപ്തത ഇപ്പോഴുമുണ്ട്. അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ദർശനം സുഗമമാക്കാനും പരിമിതികളും പോരായ്മകളും പരിഹരിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനും സഹായിക്കുന്ന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ തീരുമാനിച്ചതായി മന്ത്രി VN വാസവൻ അറിയിച്ചു. ദേവസ്വത്തിലെ വിവിധ നിർമ്മാണ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കാനായാണ് മന്ത്രി ഗുരുവായൂരിലെത്തിയത്. എന്നാൽ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ നിർദ്ദേശപ്രകാരം ഉദ്ഘാടനം മാറ്റിവെച്ചതായി മന്ത്രി അറിയിച്ചു. തുടർന്ന് ദേവസ്വം ഭരണസമിതിയും വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരും യോഗം ചേർന്നു. വർഷം തോറും ഗുരുവായൂരിൽ എത്തിച്ചേരുന്ന ഭക്തരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ആരെയും അഭയം പ്രാപിക്കാതെ വേഗത്തിൽ ദർശനം നടത്തി ഭക്തർക്ക് മടങ്ങാനാകണം. ഇതിനുതകുന്ന രീതിയിലുള്ള മാസ്റ്റർ പ്ലാനാണ് തയ്യാറാക്കുന്നത്. 56 കോടി രൂപ ചിലവിട്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് ആഗസ്റ്റിൽ തറക്കല്ലിട്ട് നിർമ്മാണം തുടങ്ങും. 84,000 ചതുരശ്ര അടി വിസ്തൃതിയിൽ 150 കിടക്കകളുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യം ഉണ്ടാകും. 1500 പശുക്കളെ സംരക്ഷിക്കുന്ന ദേവസ്വത്തിന്റെ മലപ്പുറം ജില്ലയിലെ വേങ്ങാട് ഗോശാലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള 143 കോടി രൂപ പദ്ധതിയുടെ DPR അംഗീകരിച്ചു. സർക്കാർ തീർപ്പ് കൽപ്പിക്കേണ്ട നിരവധി പരാതികൾ പരിഹരിക്കാൻ അദാലത്ത് നടക്കും. ദേവസ്വവുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് അദാലത്തിൽ ഉടൻ പരിഹാരം കാണും. മന്ത്രിമാരും ഉദ്യോഗസ്ഥരും അദാലത്തിൽ പങ്കെടുക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനകളെ നടയിരുത്തുന്നതിന് അനുമതി നൽകും. ദേവസ്വത്തിലെ 16 ആനകളുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് വനം വകുപ്പുമായുള്ള കേസ് ഉടൻ തീർപ്പാക്കും. ആനത്താവളത്തിൽ ആനകൾക്കും സന്ദർശകർക്കും ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കും. ക്ഷേത്രത്തിന് പോലീസ് സുരക്ഷ വർദ്ധിപ്പിക്കും. ഫയർ സ്റ്റേഷന് ദേവസ്വം 2 നിലകളിലുള്ള കെട്ടിടം നിർമ്മിച്ചു നൽകും. ദേവസ്വം ഭരണസമിതിയിലേക്ക് 2 അംഗങ്ങളെ ഉടൻ നിയമിക്കും. കഴിഞ്ഞ ഭരണസമിതിയിൽ അംഗങ്ങളായിരുന്ന C. മനോജ്, മനോജ് B. നായർ എന്നിവരെയാണ് നിയമിക്കുന്നത്.
വികസന പദ്ധതികളുടെ ഒരു നീണ്ട നിര തന്നെ ഗുരുവായൂരിൽ പലപ്പോഴും ചർച്ചയാകാറുണ്ട്. അതെല്ലാം കാര്യക്ഷമമായി നടക്കാത്തതാണ് പ്രശ്നം. വിശ്വാസികൾ എത്തുമ്പോൾ എല്ലാ തരത്തിലും ഇത്രയധികം ആളുകളെ ഉൾക്കൊള്ളാനും സുഗമമായ ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കുക എന്നത് കാലങ്ങളായുള്ള ആവശ്യം തന്നെയാണ്. പ്ലാനുകൾ മാത്രമല്ല, യാഥാർത്ഥ്യമാവുകയാണ് വേണ്ടത്. അപകടങ്ങൾ ഉണ്ടാകാൻ നിമിഷ നേരം മതി. അതിൽ നിന്ന് രക്ഷപ്പെടാനോ ഭാഗ്യം കൂടി വേണം. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള എരുമപ്പെട്ടി നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ ആൽമരം കടപുഴകി വീണു. ക്ഷേത്രാങ്കണത്തിൽ കുളത്തിന് സമീപമുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആൽമരമാണ് കടപുഴകി വീണത്. 4 മണിക്ക് നട തുറന്നാൽ ഭക്തർ ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുണ്ട്. ക്ഷേത്രത്തിൽ പെട്രോളിങ്ങിനെത്തിയ എരുമപ്പെട്ടി പോലീസ് മടങ്ങി അല്പസമയത്തിനുള്ളിലാണ് മരം വീണത്. 2 ഇലക്ട്രിക് പോസ്റ്റുകൾ തകരുകയും കുളക്കടവിലെയും സമീപമുള്ള വീടിന്റെയും മതിലിന് ചെറിയ വിള്ളലുകളും ഉണ്ടായിട്ടുണ്ട്. ദേവസ്വം ഓഫീസർ PB ബിജു, കൊച്ചിൻ ദേവസ്വം ബോർഡ് ധന്വന്തരി ആയുർവേദ ആശുപത്രി ചെയർമാൻ PC അബാൽമണി എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരും വടക്കാഞ്ചേരിയിൽ നിന്നെത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘവും ചേർന്ന് മരം കഷ്ണങ്ങളായി മുറിച്ചുമാറ്റി. ആൽമരത്തിന് ഏകദേശം 500 വർഷത്തോളം പഴക്കമുണ്ടാകാമെന്ന് അധികൃതർ പറയുന്നു. ക്ഷേത്ര ഗോപുരത്തിന് മുന്നിലായി ക്ഷേത്രാങ്കണത്തിന് ഭംഗി കൂട്ടിയും ഭക്തർക്ക് തണലായും 2 ആൽമരങ്ങളാണ് നിന്നിരുന്നത്. അതിലൊന്നാണ് കടപുഴകി വീണത്. വിശ്വാസത്തിന്റെ ഭാഗമായി ഭക്തർ വലം വെച്ച് തൊഴുന്ന ആൽമരമാണ് വീണത്. ഇതിൽ വർഷങ്ങൾക്ക് മുമ്പ് നാഗപ്രതിഷ്ഠയും ഉണ്ടായിരുന്നു. ക്ഷേത്ര നവീകരണത്തിന്റെ ഭാഗമായി 12 വർഷം മുമ്പ് പ്രതിഷ്ഠ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിരുന്നു. എന്നിരുന്നാലും ഭക്തർ ആൽ വണങ്ങുന്ന ആചാരം ഇപ്പോഴും തുടരുന്നുണ്ട്. അതിനാൽ തന്നെ ആൽമരം ഓർമ്മയാകുന്നത് ഭക്തരിലും നാട്ടുകാരിലും വലിയ മനോവിഷമത്തിനിടയാക്കിയിട്ടുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത്, ദേവസ്വം എഞ്ചിനീയർമാരും ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആൽമരമാണ് നിലം പൊത്തിയത്. അപകടമൊന്നും സംഭവിച്ചില്ല എന്നതും മഹാഭാഗ്യം. വീഴുന്നതിന് തലേനാൾ ആനയൂട്ടും നിരവധി ഭക്തരും ഉണ്ടായിരുന്നു. പുലർച്ചെ സമയത്തും ഭക്തർ എത്താറുണ്ട്. പക്ഷേ ആൽമരം നിലം പൊത്തുന്ന സമയത്ത് ആരും ഉണ്ടായില്ല എന്നതും ശ്രദ്ധേയവുമായി അപകടം ഒഴിവാകുകയും ചെയ്തു. റോഡ് ഏതാണ് തോട് ഏതാണ് എന്നറിയാത്ത അവസ്ഥയാണ്. പല റോഡുകളിലും ഒരു സംസ്ഥാന പാതയുടെ ഗതി കണ്ടാലോ അധികൃതരുടെ ഉദാസീനത മനസ്സിലാക്കാൻ വേറെയൊന്നും വേണ്ട. കണ്ടറിഞ്ഞിട്ടും നടപടിയില്ലാതായപ്പോൾ ഒടുവിൽ സമരങ്ങളും പ്രതിഷേധവുമെല്ലാം കലശലായി. ഒടുവിൽ വീണ്ടും കണ്ണിൽ പൊടിയിടുന്ന നടപടി. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയ്ക്ക് എന്നാണ് ശാപമോക്ഷമാവുക? കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴ മാറി നിന്നതോടെ തൃശൂർ കുന്നംകുളം റോഡിൽ വീണ്ടും കുഴിയടക്കൽ നാടകം. കുണ്ടും കുഴിയും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായ റോഡിൽ 1 മാസത്തിനിടെ 3ാം തവണയാണ് കല്ലും കട്ടയും അടങ്ങുന്ന കോറി വേസ്റ്റ് തട്ടി പൊതുമരാമത്ത് വകുപ്പ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നത്. തൃശൂർ കുറ്റിപ്പുറം പാതയുടെ ഭാഗമായ ചൂണ്ടൽ മുതൽ മഴുവഞ്ചേരി വരെയുള്ള ഭാഗത്താണ് ഗതാഗതം സാധ്യമാകാത്ത വിധം വലിയ കുഴികൾ രൂപപ്പെട്ടിരുന്നത്. മാസങ്ങളോളമായി തകർന്നു കിടക്കുന്ന റോഡ് കഴിഞ്ഞ 4 ദിവസം പെയ്ത മഴയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് അടച്ചിട്ടിരുന്നു. ഇതുവഴിയുള്ള ഗതാഗതം കുന്നംകുളം പോലീസ് പൂർണ്ണമായി നിരോധിക്കുകയും ചെയ്തിരുന്നു. വെള്ളത്തിന്റെ ശക്തമായ ഒഴുക്കും വലിയ കുഴികളിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നത് മൂലമുണ്ടാകാനിടയുള്ള അപകടങ്ങളും കണക്കിലെടുത്തായിരുന്നു ഗതാഗത നിരോധനം. മഴ മാറി നിന്നതോടെ വെള്ളിയാഴ്ച രാവിലെ മുതൽ വെള്ളം നിറഞ്ഞു കിടക്കുന്ന കുഴികളിൽ കല്ലും മണ്ണും തട്ടുന്ന സ്ഥിരം പതിവ് ആരംഭിച്ചിരിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ. തകർന്നു കിടക്കുന്ന റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്കായി 29 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ഈ തുക അപര്യാപ്തമാണെന്ന് ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്ന് 30 ലക്ഷം രൂപ കൂടി അനുവദിക്കുകയും ചെയ്തിരുന്നു. റോഡിന്റെ അറ്റകുറ്റപ്പണിയിൽ ഗുരുതരമായ അനാസ്ഥ കാണിക്കുകയും എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതിൽ പിഴവ് വരുത്തുകയും ചെയ്തതിന് KSTP ചീഫ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്തിട്ടും പൊതുമരാമത്ത് വകുപ്പും റോഡിന്റെ നിർമ്മാണ ചുമതലയുള്ള KSTPയും പാഠം പഠിച്ചിട്ടില്ല എന്നതിന്റെ ഒന്നാന്തരം ഉദാഹരണമാണ് വെള്ളത്തിൽ കല്ലും മണ്ണും നിറയ്ക്കുന്ന പ്രവൃത്തിയിലൂടെ ബോധ്യപ്പെടുന്നത്. കരാറുകാരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയുടെ ഭാഗമാണോ ആഴ്ച തോറുമുള്ള ഈ കുഴിയടക്കൽ നാടകമെന്ന് ന്യായമായും സംശയമുയരുന്നുണ്ട്. കുന്നംകുളം താലൂക്ക് കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനത്തിനായി മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഈ വഴി വരും എന്നുള്ള ഒരു അറിയിപ്പുണ്ടായിരുന്നു. ഒരുപക്ഷെ അതാവാം ഇത്ര ധൃതി പിടിച്ചുള്ള ഈ കുഴിയടക്കൽ എന്നും ആളുകൾക്കിടയിൽ സംസാര വിഷയമാണ്. എന്തു തന്നെയായാലും റോഡ് നന്നാക്കേണ്ടത് പൊതുജനങ്ങളുടെ ആവശ്യമല്ല, അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. വാർത്തയും വാർത്താ വിശകലനവുമായുള്ള ആഴ്ചവട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.